നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 17, 2026 ചൊവ്വ. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറി ആണ്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾക്കൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ നേരിയ ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ നേരെ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലോവർ ലെവൽസിൽ ഉടലെടുത്ത അതിശക്തമായ ബൈയിങ്ങിനെ തുടർന്ന് ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് 1% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 4.6% ഇടിവ് നേരിടേണ്ടി വന്ന നിഫ്റ്റിക്ക് 1% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 9,365.52 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് ശക്തമായി തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം 12,593.36 കോടി രൂപയ്ക്ക് അതിശക്തമായ ബൈയിങ് നടത്തുകയുണ്ടായി ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ. മാത്രമല്ല ഈ കലണ്ടർ വർഷത്തെയും ഈ മാസത്തെയും ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സിംഗിൾ ഡേയിൽ ഇന്നലെ ബൈയിങ് നടത്തുകയും ഉണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഓയിലിന്റെ വില തന്നെയായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ താഴേക്ക് പോകണമോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എങ്കിലും അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,500, 23,600 എന്നീ ലെവലുകളിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഈ രണ്ട് ലെവലുകളും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 23,800 എന്ന ലെവലിലും തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്ന ലെവലിലും ഒരുപക്ഷെ അതിശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവലും തുടർന്ന് ഇന്നലത്തെ ലോ ലെവലായ 22,950 എന്ന ലെവലും ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. അതേസമയം 22,950 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ തുടർന്ന് 22,700 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഹോർമോസ് കടലിടുക്കിന്റെ സുരക്ഷ ക്രമപ്പെടുത്തുവാനായിട്ട് സഖ്യരാഷ്ട്രങ്ങളുടെ ഒരു സേനയെ രൂപീകരിക്കുമെന്നുള്ള റിപ്പോർട്ട്സുകൾ വാൾ സ്ട്രീറ്റിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരികയുമുണ്ടായി. എന്നാൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ രാത്രിയിൽ ഇതിനെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്ന പ്രഖ്യാപനങ്ങളൊന്നും വരികയുമുണ്ടായില്ല. എന്നാൽ അതേസമയം ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഹോർമോസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകളിൽ ഇല്ല എന്നുള്ള വ്യക്തത വരുത്തുകയും ചെയ്തു. റോയിറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ഇറാനുമായിട്ട് നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട്, ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമോസ് കടലിടുക്കിലൂടെ സുഗമമായിട്ട് യാത്ര ചെയ്യുവാനായിട്ട്. എന്നാൽ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2 ആവശ്യങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ സുഗമമായിട്ട് കടത്തിവിടണമെങ്കിൽ ഒന്നാമതായി തന്നെ ഐഡന്റിറ്റി മറച്ചു വെച്ചതോ മാറ്റം വരുത്തിയതോ ആണെന്നും ആരോപിച്ചുകൊണ്ട് ഇറാന്റെ 3 കപ്പലുകൾ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ 3 കപ്പലുകളും വിട്ടു നൽകണം. കൂടാതെ ചില മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണം ഇന്ത്യയിൽ നിന്നും ടെഹ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ 2 ആവശ്യങ്ങളും നിറവേറ്റിയാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ കപ്പലുകളെ ഹോർമോസ് കടലിടുക്കിലൂടെ സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് റോയിറ്റേഴ്സ് പങ്കുവയ്ക്കുകയും ഉണ്ടായത്. ഈ പറഞ്ഞ 2 റിപ്പോർട്ടുകളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും സ്ഥിരീകരിക്കേണ്ടതായിട്ടുമുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ബെറ്റർ ആയിട്ടാണ് വരികയുണ്ടായത്. ജനുവരിയിൽ 5% നിന്നും ഫെബ്രുവരി ആയപ്പോൾ നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4.9% റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല ഇന്ത്യയിൽ നിന്നും. അതേസമയം ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 9 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. പിന്നീട് ഉച്ചതിരിഞ്ഞ് 3:30 ജർമ്മനിയിൽ നിന്നും മാർച്ച് മാസത്തെ ജിയോ ഇക്കണോമിക് സെന്റിമെന്റ്സ് ഇൻഡെക്സിന്റെയും റിലീസ് ഉണ്ട്. ഈ 2 ഇവന്റുകളെ ഇന്ന് ഗ്ലോബലി
പ്രധാനമായും നിലനിൽക്കുന്നതുമുള്ളൂ. ലീഡിംഗ് ആയ ADR സ്റ്റോക്സുകളിൽ ഇൻഫോസിസ് ADRന് നേരിയ നഷ്ടത്തോടുകൂടിയും വിപ്രോ ADRന് 2.25%-അടുത്തും ഡോക്ടർ റെഡ്ഡീസിന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 1.25%-ലേറെയും HDFC ബാങ്ക് ADRന് 2.5%-ലേറെയും ICICI ബാങ്ക് ADRന് 3%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ഓയിലിന്റെ വിലയിലുണ്ടായ നേരിയ ഇടിവിനെ തുടർന്ന് S&P 500-ന് 1%-ന്റെയും നാസ്ഡാക്കിന് 1.25%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി. എങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 45 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഒരുപക്ഷെ ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാം. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തതെങ്കിൽ കൂടിയിട്ടും പെട്ടെന്ന് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയെ തുടർന്ന് മാർക്കറ്റിന് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ഓപ്പൺ ആകേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന്റെ വില എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ളതിനാൽ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 2.5%-അടുത്ത് നേട്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 3%-അടുത്ത് ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $103.05 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $96.27 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില $5003.13 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.01 എന്ന നിലയിലും മാക്സ് പെയിൻ 23,400 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ലോവർ സപ്പോർട്ടിൽ ഉടലെടുത്ത ബുൾസിന്റെ കൗണ്ടർ അറ്റാക്ക് മൂലം ശക്തമായ റിക്കവറി നടത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. എങ്കിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളും അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുക തന്നെയുണ്ടായി. മാത്രമല്ല 50-ഡേ EMA 200-ഡേ EMAയ്ക്ക് താഴേക്കായിട്ടും പതിച്ചു. RSIയിലും ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 29.68 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 22,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.75 എന്ന നിലയിലും മാക്സ് പെയിൻ 56,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ദൃശ്യമാകുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ മൂവിംഗ് ആവറേജുകളും അവരുടെ ഡൗൺ ട്രെൻഡ് തുടരുക തന്നെയുണ്ടായി. RSIയിലും ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 28.24 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 54,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് 2029 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആരംഭിച്ച് 15 വർഷത്തെ കാലയളവിൽ $3 ബില്യൺ വിലമതിക്കുന്ന ഗ്രീൻ അമോണിയ വിതരണം ചെയ്യുന്നതിനായി ദക്ഷിണ കൊറിയയിലെ സാംസങ് C&T കോർപ്പറേഷനുമായി ഒരു ദീർഘകാല സപ്ലൈ ആൻഡ് പർച്ചേസ് കരാറിൽ കമ്പനി ഏർപ്പെട്ടു. ടാറ്റ മോട്ടോഴ്സ് വർദ്ധിച്ചുവരുന്ന ഉൽപ്പന്ന വിലകളുടെയും മറ്റ് ഇൻപുട്ട് ചിലവുകളുടെയും ആഘാതം ഭാഗികമായി നികത്തുന്നതിനായി 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ വാണിജ്യ വാഹന ശ്രേണിയിലുടനീളം 1.5% വരെ വിലവർദ്ധനവ് കമ്പനി പ്രഖ്യാപിച്ചു. ആന്ധ്ര സിമന്റ്സ് മാർച്ച് 17-18 തീയതികളിലായി, അതായത് ഇന്നും നാളെയുമായിട്ട് കമ്പനിയുടെ പ്രൊമോട്ടറായ സാഗർ സിമന്റ്സ് ആന്ധ്ര സിമന്റിന്റെ 66.76 ലക്ഷം ഇക്വിറ്റി ഓഹരികൾ 52 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ വിൽക്കും. L&T ടെക്നോളജി സർവീസസ് ശ്വാസകോശ നാവിഗേഷൻ, ശസ്ത്രക്രിയ ആസൂത്രണം, ശ്വസന രോഗനിർണയങ്ങൾ എന്നിവയ്ക്കായി കമ്പനി അടുത്ത തലമുറയിലെ AI പവേർഡ് ഡിജിറ്റൽ ഇരട്ട പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചു.
റെയിൽ വികാസ് നിഗം NMDCയുടെ ഭാഗത്തു നിന്നും 95.27 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അപൂർവ ഭൂമി മൂലകങ്ങൾ മേഖലയിലെ സഹകരണത്തിനുള്ള അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനായി കമ്പനി NMDCയുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പവർമെക് പ്രോജക്ട്സ് അദാനി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സർവീസസിൽ നിന്ന് 709.56 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.